നമസ്കാരം, അലക്സാണ്. ഒരു ബാറ്ററി ബാങ്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഇത് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ആമസോൺ പർച്ചേസിനുള്ള ഈ ബോർഡ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഇതുപോലെ പ്ലാസ്റ്റിക്കിലാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഇതിന് വേണ്ടി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക് ബോക്സ്, അത് ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. ഈ ബോർഡ് നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ലിങ്ക് വെച്ചു. പിന്നെ ബാറ്ററി നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പഴയ മൊബൈലിൻ്റെയോ എന്തെങ്കിലും നമുക്ക് ഊരിയെടുക്കാം. ബേസിക്കലി ബി പ്ലസ് ബി മൈനസ് എന്ന് പറഞ്ഞ് രണ്ട് ടെർമിനൽസ് ഉണ്ട്. അതിലേക്കാണ് രണ്ട് ലീഡ്സ് നമ്മൾ ആദ്യം കയറ്റുന്നത്. അത് ചെറിയ വയർ മതി. ബേസിക്കലി ഈ പറയുന്ന പോലെ സോൾഡർ ചെയ്യണം. ഈ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കുന്നത് പറഞ്ഞാൽ, കാരണം ഹീറ്റുമായിട്ടാണ് കറണ്ടുമായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അപ്പം ഈ പറയുന്ന പോലെ പ്രോജക്ട്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിള്ളേർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി ആരെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ട് സൈഡിലും ഒരുപോലെ നമ്മൾ സോൾഡർ ചെയ്യണം. കാരണം ഈ പറയുന്ന പോലെ രണ്ട് ഡ്യുവൽ സോൾഡറിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യൂ. അതുപോലെ സൈമിൾട്ടേനിയസ്ലി നമ്മൾ ഈ പറയുന്ന ബാറ്ററി ലീഡ്സിലേക്കും നമ്മൾ ഇത് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസും തമ്മിൽ തന്നെ സോൾഡർ ചെയ്യണം. ഇത് മൈനസും തമ്മിൽ തന്നെ സോൾഡർ ചെയ്യണം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ബോർഡ് അടിച്ചു പോകും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ പ്ലസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് സോൾഡർ ചെയ്യുന്നത്. അപ്പം അത് എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ അത് പിടിച്ചെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇത് പിടിച്ചതിന് ശേഷം നമ്മളൊന്ന് വലിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം സോൾഡറിങ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഇതിൻ്റെ പ്ലസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ ഇതിൻ്റെ മൈനസും കൂടെ ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് ബേസിക്കലി ഈ പറയുന്ന പോലെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഇത് ബോക്സിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് ട്രൈ ചെയ്യുന്നത്. കാരണം അത് കറക്റ്റായിട്ട് സൂട്ട് ആകുന്നുണ്ട്, ബാറ്ററി ഇരിക്കുമോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബേസിക്കലി എൻ്റെ ഏതെങ്കിലും ഒരു USB ചാർജ് അത് പോർട്ടിലേക്ക് കുത്തുന്നു. ഇതിൽ നിന്ന് ഞാൻ എൻ്റെ ഫോണിലേക്ക് കുത്തുന്നു. ഇതേ കണ്ടോ, ലൈറ്റ് കത്തി. ആ 4 LED ലൈനാണ് ബേസിക്കലി ചാർജസ് ബീൻ ഡിസ്ചാർജ് എന്നുള്ളതാണ്. അതുപോലെ മൊബൈലിൽ ചാർജ് കാണിക്കുന്നുണ്ട്. ഇത് ഇനിയും പഴയതുപോലെ നമുക്ക് സൂട്ട് ചെയ്ത് വെക്കാം. ഇത് കൂടാതെ ഇതിനൊരു ടോർച്ച് ഫംഗ്ഷനും കൊണ്ടുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ എമർജൻസീസ് ആണെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂട്ട് ചെയ്ത് വെച്ച് നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റും ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. ഇത് കൊച്ചു പിള്ളേർക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് ബെൽ ബട്ടൺ കൂടെ അമർത്തുക. താങ്ക്